ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈസ് സോഷ്യൽ മീഡിയ റിയലി കണക്റ്റിംഗ് അസ് ഓർ ഈസ് ഇറ്റ് സ്ലോലി സെപ്പറേറ്റിംഗ് അസ്? ഹായ് എവരിവൺ, ഐ ആം ഡിൽസ്റ്റൺ ഡിക്സൺ, ജസ്റ്റ് 17 ഇയേഴ്സ് ഓൾഡ് ബോയ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ കാരണം നമുക്ക് കണക്ഷൻസ് ആണോ ഉണ്ടാവുന്നത്, അതോ നമ്മൾ തമ്മിൽ ഒരു അകൽച്ച, ഒരു സെപ്പറേഷൻ ആണോ ഉണ്ടാവുന്നത്? അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. കാരണം ഇപ്പം സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഞാനും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ ഒരിക്കലും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാടധികം ആൾക്കാർ സ്കിൽസ് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എഡിറ്റിംഗ്, കോഡിങ്, എക്സെട്ര. അതുപോലെ തന്നെ ഏണിങ്സും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേര്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കഴിഞ്ഞുപോയ ജനറേഷന് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഞാൻ ഇത്ര നേരം പറഞ്ഞത് സോഷ്യൽ മീഡിയ ഒരു ഗുഡ് സൈഡ് ആണ്. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. We scroll through perfect photos, perfect lives, and we start thinking our own life is not good enough. അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു ഫംഗ്ഷന് പോയിരിക്കണേണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനും ഇരിക്കുന്ന ആൾക്കാർ ഒരു 10 പേരുണ്ടെന്ന് വിചാരിച്ചു നമ്മുടെ ചുറ്റിന്. അപ്പോൾ ചുറ്റിന് ഇരിക്കുന്ന ആൾക്കാർക്ക് കയ്യിൽ ഫോൺ ഉണ്ടാവും. അവർ 10 പേര് ഫോണിൽ മാത്രം ഒബ്സർവ്ഡ് ആയിട്ടിരിക്കണേണ്. അപ്പോൾ ഈ 10 പേരും ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ റിയൽ ആയിട്ടൊരു കോൺവെർസേഷൻ അവിടെ ശരിക്കും ഉണ്ടാവുന്നില്ല. ആ 10 പേര് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന പെർഫെക്റ്റ് ഫോട്ടോ, പെർഫെക്റ്റ് വീഡിയോ ആൻഡ് പെർഫെക്റ്റ് ലൈഫ്, ഇത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ ലൈഫിലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് കുറെ കമ്പാരിസന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിലൂടെ നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുകയും റിയൽ ആയിട്ടുള്ള കോൺവെർസേഷൻ അവിടെ ബ്രേക്ക് ആവുകയും ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് തരുന്ന ഏറ്റവും വലിയ ഡ്രോബാക്ക്. സോഷ്യൽ മീഡിയ യൂഷ്വലി ഷോസ് പീപ്പിൾസ് ബെസ്റ്റ് മൊമെന്റ്, നോട്ട് ദെയർ ഹോൾ ലൈഫ്. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഗുഡ് സൈഡും ബാഡ് സൈഡും മാത്രമല്ല, സോഷ്യൽ മീഡിയ ഒരു പർപ്പസോടുകൂടി ഉപയോഗിക്കുമ്പോൾ, എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സ്കിൽസ് ഡെവലപ്മെന്റ് ചെയ്യുക, നമ്മുടെ ബിസിനസ്, അതുപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക, അങ്ങനെയൊക്കെ ഒരു പർപ്പസോടുകൂടി ഉപയോഗിച്ചാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതർവൈസ് പർപ്പസ് ഇല്ലാതെ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുമായി നമ്മുടെ ജീവിതം കമ്പയർ ചെയ്യുകയും ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫാമിലിയുടെ ഒപ്പോ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ ഇരിക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ആണോ ബിൽഡ് ചെയ്യുന്നത്, അതോ ഫോണിലുള്ള വേൾഡ് ആണോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് കമന്റ് ചെയ്യുക. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ലൈക്ക്, ഷെയർ, ഫോളോ. See you in next video.